ഹലോ നമസ്കാരം, ഞാൻ റെനിയാണ്. ഞാനിന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് പുരുഷാവകാശ കമ്മീഷൻ. ഇതിന് ആവശ്യമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടുത്തെ നിയമങ്ങളാണ് ശരിക്കും മാറേണ്ടതായിട്ടുള്ളത്. ഈ നിയമങ്ങൾ മാറാമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കമ്മീഷൻ്റെ ഒന്നും ഒരു സ്റ്റാർട്ടപ്പ് ആവശ്യം ഇല്ല. ഇപ്പം തന്നെ ആവശ്യം പോലെ കമ്മീഷൻസ് ഉണ്ട്. ബാലാവകാശ കമ്മീഷൻ, പുരുഷാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, അങ്ങനെ ഓരോന്നിനും ഓരോന്ന് ആയിട്ടുണ്ട്. അപ്പം ഇനി ഇപ്പോൾ ട്രാൻസ്ജെൻഡർ കമ്മീഷൻ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വേണമെങ്കിൽ അതും ഇനി ഭാവിയിൽ വേണമെങ്കിൽ വരാതിരിക്കാം. എനിക്കറിയില്ല കേട്ടോ, അങ്ങനെ ഉണ്ടോ എന്നുള്ളത്. അവർക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയുള്ള ഒരു കമ്മീഷൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു പുതിയ സ്റ്റാർട്ടപ്പ്, പുതിയ രൂപീകരണം ഇങ്ങനെ ഉണ്ടായി വരുവാണ്. ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യവും ഇല്ല. ഇപ്പം സ്ത്രീക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ഒരു ഇത്, പുരുഷന് വേണ്ടി സംസാരിക്കാൻ വേറെ ഇത്, കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കാൻ വേറെ ഇത്, അതിൻ്റെ എന്ത് ആവശ്യമാണോ ഉള്ളത്? നിയമങ്ങൾ മാറാമെന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കൊടുക്കുക. അവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒരു വ്യത്യാസമില്ലാതെ അതിൻ്റെ കറക്റ്റായ തെളിവുകളും അടിസ്ഥാനത്തിലും അവർക്ക് അതിനുള്ള ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. അല്ല സ്ത്രീക്ക് ഒരു പ്രത്യേക മുൻഗണന, പുരുഷന് അങ്ങനെയൊന്നും ഒരു ഇതിൻ്റെ ആവശ്യമില്ല. അവിടെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ അവരുടെ നിയമങ്ങൾ വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഭയം ഉണ്ടാകും. ഇവിടെ അതില്ലാത്തത് കൊണ്ടാണ് വീണ്ടും ഇതുപോലെയുള്ള കൊലപാതകങ്ങളും പീഡനങ്ങളും ഒക്കെ. ഈ അടുത്തിടയ്ക്ക് തന്നെ ഒരു കണ്ടതാണ്, ഫോണിൽ കണ്ടതാണ്. ഒരു സ്ത്രീയെ വിഹിത ബന്ധം അദ്ദേഹം വന്നൊരു വീട്ടിൽ വന്ന് കൊലപ്പെടുത്തിയിട്ട് പോയി. അവരെല്ലാം ആവശ്യമുണ്ടോ? അങ്ങനെ ഒരു ബന്ധത്തിന് പോയത് കൊണ്ടല്ലേ അങ്ങനെ ആ സ്ത്രീക്ക് മരണപ്പെടേണ്ടി വന്നത്. അപ്പം അവരുടെ ഹസ്ബൻഡിനെ ചതിക്കുന്നു, കുടുംബത്തെ ചതിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മറച്ചു വെച്ച് ചതിച്ചുകൊണ്ട് മറ്റൊരു സ്ത്രീയായിട്ട് അവിഹിത ബന്ധം ഉണ്ടാകുന്നു. അദ്ദേഹം അത് വന്ന് കൊലപ്പെടുത്തിയിട്ട് പോകുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ തെറ്റുകാരനാണ്. ഒരു കൊല അവിടെ ചെയ്തു. അപ്പോൾ അത് തെറ്റാണ്. ഒരു അർത്ഥത്തിൽ ആ സ്ത്രീയും തെറ്റുകാരിയാണ്. ഇപ്പം അവർക്കിടയിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ആയിരിക്കും ആ പകയിൽ അവിടെ തീർന്നത്, അവിടെ കൊല്ലുന്നത്. അപ്പം അതിനൊക്കെ പോവാതിരുന്നാൽ പോരെ? മറ്റൊരു ബന്ധത്തിന് പോവാതിരുന്നാൽ പോരായിരുന്നു? സ്വന്തം ഭർത്താവിനെയൊക്കെ ചതിച്ചപ്പോൾ ആ ഒരു കള്ളത്തരം അവിടെ കാണിച്ചു, ആ കള്ളത്തിൻ്റെ ഫലം അവിടെ അനുഭവിച്ചു. അത്ര തന്നെ. അതിന് ആ പുരുഷനായ ആ വ്യക്തിയും അതിൽ പങ്കുണ്ട്. അദ്ദേഹത്തിന് അവിടെ തെറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഉള്ള ശിക്ഷ അദ്ദേഹത്തിന് ലഭിക്കുന്നു. അപ്പം നമ്മുടെ നാട്ടിലെ നിയമങ്ങളാണ് മാറേണ്ടത്. അല്ലാതെ ഇങ്ങനെ പുതിയ ഓരോ കമ്മീഷൻസ്, പുതിയ സ്റ്റാർട്ടപ്പ് കൊണ്ട് അതൊക്കെ ഒരു ജസ്റ്റ് ബിസിനസ് മാത്രമാണ്. ഇങ്ങനെ പുതിയ കൊണ്ടുവരുന്നു, അവർക്ക് വേണ്ടി സംസാരിക്കാനായിട്ടുള്ളൊരു ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇവിടുത്തെ നിയമങ്ങൾ മാറുക. ഇവിടെ നിയമപാലകരായിട്ടുള്ള ആൾക്കാർ ആ നിയമം കറക്റ്റായിട്ട് പാലിക്കുക. അതുപോലും ആ നിയമപാലകരായ ആൾക്കാർ പോലും ചെയ്യുന്നില്ല. നിയമപാലകരായിട്ട് ഇരിക്കുന്ന ആൾക്കാർ തന്നെ എന്തെല്ലാം കാണിച്ചു കൂട്ടുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. ഉപദ്രവങ്ങളും പീഡനങ്ങളും മോഷണങ്ങളും അങ്ങനെ ഓരോന്നും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പോലും കറക്റ്റായിട്ട് അതിൻ്റെ ഒരു കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പം പിന്നെ ബാക്കിയുള്ള മനുഷ്യരുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നിയമങ്ങളാണ് ഇവിടെ മാറ്റിയിട്ടുണ്ട്. അപ്പം നിയമപരമായിട്ടിരിക്കുന്ന ആൾക്കാരും ഒക്കെ തന്നെ ഈ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുള്ളത് കൊണ്ടാണ് ഇതിനു വേണ്ടി മുൻപോട്ട് ഇറങ്ങാതെ. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ കൊലപാതകങ്ങളും പീഡനങ്ങളും, ചെറിയ കുട്ടികളെ പീഡിപ്പിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ആൾക്കാർക്ക് ഭയമില്ല, പേടിയില്ല. കാര്യം ഇവിടുത്തെ നിയമങ്ങൾ വളരെ സ്ട്രോങ് അല്ല. അപ്പോൾ നാളെ ആയാലും ഊരിപ്പോരാം എന്നുള്ള ഒരു ഇതുണ്ട്. ആ ഒരു ഇതുള്ളത് കൊണ്ട് അവർക്കൊന്നും പേടിയില്ല. അതാണ് പ്രധാന കാര്യം. അപ്പോൾ നിയമങ്ങളാണ് ഇവിടെ മറിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നിയമപരമായിട്ടുള്ള ആൾക്കാരും ജനങ്ങളും അതിനുവേണ്ടിയാണ് നിയമങ്ങൾ മാറ്റി എഴുതാൻ വേണ്ടിയാണ് മുന്നോട്ട്. എന്നാൽ ചുമ്മാതെ വെറുതെ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു കമ്മീഷൻ, ഇതിനു വേണ്ടി സംസാരിക്കാൻ ഒരു കമ്മീഷൻ എന്ന് പറഞ്ഞ പുതിയ ഒരു രൂപീകരണം ഉണ്ടാക്കി അതിലൂടെ പണം ഉണ്ടാക്കാൻ നോക്കുകയല്ല വേണ്ടത്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ മനുഷ്യനായിട്ടുള്ള സ്ത്രീ ആയാലും പുരുഷനായാലും ഏത് ലിംഗത്തിലുള്ളതായാലും തെറ്റ് തന്നെയാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ കൊടുക്കുക. ഇവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ എന്നുള്ള ഒരു വ്യത്യാസം അവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ കറക്റ്റായ തെളിവുകളും അടിസ്ഥാനത്തിൽ നോക്കി അവർക്ക് ശിക്ഷ വിധിക്കുക എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ നിയമങ്ങൾ ഇവിടെ മാറട്ടെ. നിയമങ്ങൾ കറക്റ്റാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഭയപ്പെടും തെറ്റുകൾ ചെയ്താൽ അതിനുള്ള ശിക്ഷ കറക്റ്റായി അവർക്ക് കിട്ടുകയും ചെയ്യും. ചെയ്ത തെറ്റിൻ്റെ ഫലം അവരനുഭവിക്കുന്നു, അത്രമാത്രം. അല്ലാതെ ഇവിടെ കുറേ കമ്മീഷൻസ് വന്നതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. തെറ്റുകൾ വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. ഇപ്പം വെറുതെ നമുക്ക് ഒരു തെളിവുകളുടെ അടിസ്ഥാനമില്ലാതെ ചുമ്മാതൊന്നും ഒരാളെയും നമുക്ക് അപായപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഒരു സ്ത്രീ വന്നങ്ങോട്ട് പറയുമ്പോഴത്തേക്ക് ഉടനെ പുരുഷൻ തെറ്റ് ചെയ്തു എന്ന് അങ്ങ് വിലയിരുത്തിയാൽ മതി. അതിൻ്റെ കറക്റ്റായ തെളിവ് അടിസ്ഥാനം നോക്കിയിട്ട് ആ സ്ത്രീയാണ് കള്ളം പറയുന്നത്, ആ സ്ത്രീ തെറ്റാണ് ചെയ്തത്, കള്ളം പറഞ്ഞുണ്ടാക്കുന്നു, അല്ലെങ്കിൽ ആ ആളെ അപായപ്പെടുത്താൻ നോക്കി, അതുകൊണ്ടെങ്കിൽ ആ വ്യക്തിക്കുള്ള ശിക്ഷ കൊടുക്കുക. അവിടെ സ്ത്രീ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊരു പ്രത്യേക പരിഗണന, പുരുഷന് വേറെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം നിയമം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇതും വരില്ല. സ്ത്രീക്കും പുരുഷനും കറക്റ്റ് തുല്യമായിട്ടുള്ള ശിക്ഷ കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് ആൾക്കാർക്ക് ഇങ്ങനെയുള്ള കൊലപാതകങ്ങളും പീഡനങ്ങളും
എന്തൊക്കെ ക്രൂരതകൾ മനുഷ്യൻ കാണിക്കാൻ കഴിയുമോ അതെല്ലാം കുറച്ച് കുറയും. കാര്യം അതിനുള്ള ശിക്ഷ കിട്ടുമെന്നുള്ളത് അറിയാവുന്നത് കൊണ്ട്. ഇവിടെ അതില്ലാത്തത് കൊണ്ട് ഇതെല്ലാം ഇവിടെയൊക്കെ നടക്കുന്നു. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കമ്മീഷൻസ് രൂപീകരിക്കേണ്ട ഒരു ആവശ്യമില്ല. നിയമം മാറിയാൽ മതി.